ഈ സംസാരശേഷിയൊന്നുമില്ലാത്ത ഒരു യുവതിയോ യുവാവോ ഇങ്ങനെ ഈ KSRTC ബസ്സിൻ്റെ കണ്ടക്ടറുടെയും ഡ്രൈവറുടെ അടുത്ത് ഒരു ആംഗ്യം കാണിക്കുകയാണ്. ഒരു അത്യാവശ്യമുണ്ട്, എനിക്കിവിടെ ഇറങ്ങണമെന്ന് അവർ വാക്കാലല്ലാതെ ആംഗ്യം കൊണ്ട് കാണിക്കുകയാണ്. എന്തായിരിക്കും സിറ്റുവേഷൻ? ടോയ്ലറ്റ് എമർജൻസി ആയിരിക്കാം. ടോയ്ലറ്റ് എമർജൻസി എന്നുള്ളത് ആംഗ്യം ഭാഷ കൊണ്ട് കാണിച്ചു, പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല, കൃത്യമായിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ തത്വമുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതി പല വിധികളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സർക്കാർ സംവിധാനങ്ങളും അധികാരികളും ചെയ്യുന്ന എല്ലാ നടപടികളും ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ സാങ്കേതികമായി നിയമപരമാണെന്ന് മാത്രം പോരാ, അത് ന്യായസഹിതവും മാനുഷികവുമായിരിക്കണം. റിപ്പോർട്ടുകൾ പ്രകാരം കട്ടപ്പന പുൽപ്പള്ളി സർവീസ് നടത്തുന്ന KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ് കോഴിക്കോട് മാങ്കാവ് ഭാഗത്ത് എത്തിയപ്പോൾ യുവതി മിംസ് ആശുപത്രിക്ക് സമീപം ബസ് നിർത്തണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ അവിടെ ഔദ്യോഗിക സ്റ്റോപ്പില്ലെന്ന് ഡ്രൈവറും കണ്ടക്ടറും പലതവണ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ബസ്സിനുള്ളിൽ തർക്കമുണ്ടായി. അതിനെ തുടർന്നിട്ട് എമർജൻസി എക്സിറ്റ് ഡോറിൻ്റെ ഗ്ലാസ് ബ്രേക്കർ ഉപയോഗിച്ചിട്ട് തകർക്കുന്നു. ഇതാണ് സംഭവം. ഈ KSRTCയിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും ഇന്നലെ ആ ഒരു വീഡിയോയിൽ കണ്ട സമയത്ത് തന്നെ എനിക്ക് ഈ നായും റായും കൂട്ടിയിട്ടുള്ള ഒരു വേടൊക്കെ സാധാരണ യൂസ് ചെയ്യുമല്ലോ, ആ ഒരു വേട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിളിക്കാനായിട്ട് തോന്നി. നിങ്ങളിൽ പല ആളുകൾക്കും വലിയ വിയോജിപ്പ് തോന്നും എൻ്റെ ഒരു അഭിപ്രായം കേൾക്കുന്ന സമയത്ത്. പക്ഷേ ഉള്ള കാര്യം എന്താണ്? ഇപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ വലിയ കുറ്റക്കാരിയായിട്ട് ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അവർ ശബ്ദമുയർത്തിയിട്ട് അവർക്കൊരു എമർജൻസി ഉണ്ട് എന്ന് പറഞ്ഞു. അത് എന്താണ് എന്നുള്ളത് അവിടെയുള്ള അമ്പ്രാക്കളുടെ അടുത്ത് കൃത്യമായിട്ട് ബോധിപ്പിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ നിർത്തി കൊടുത്തേനല്ലോ എന്നൊക്കെ ഇവിടെയുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഒരു കൂട്ടം മലയാളികൾ ചോദിക്കുന്നുണ്ടായി. ഞാൻ വേറൊരു എക്സാമ്പിൾ ഇങ്ങനെ വെറുതെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് തരികയാണ്. ഈ സംസാരശേഷിയൊന്നുമില്ലാത്ത ഒരു യുവതിയോ യുവാവോ ഇങ്ങനെ ഈ KSRTC ബസ്സിൻ്റെ കണ്ടക്ടറുടെയും ഡ്രൈവറുടെ അടുത്ത് ഒരു ആംഗ്യം കാണിക്കുകയാണ്. ഒരു അത്യാവശ്യമുണ്ട്, എനിക്കിവിടെ ഇറങ്ങണമെന്ന് അവർ വാക്കാലല്ലാതെ ആംഗ്യം കൊണ്ട് കാണിക്കുകയാണ്. എന്തായിരിക്കും സിറ്റുവേഷൻ? ടോയ്ലറ്റ് എമർജൻസി ആയിരിക്കാം. ടോയ്ലറ്റ് എമർജൻസി എന്നുള്ളത് ആംഗ്യം ഭാഷ കൊണ്ട് കാണിച്ചു, പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല, കൃത്യമായിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിച്ചിട്ടില്ല, കൃത്യമായിട്ട് ആവശ്യം ഉന്നയിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല, പരിമിതികളുണ്ട്. എന്ത് ചെയ്തേനെ? ഇവരെന്ത് ചെയ്യും? KSRTC യാത്രക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെയും നാട്ടുകാരുടെയും KSRTC ഉദ്യോഗസ്ഥരുടെയും വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പിൽ നിർത്തി തരത്തില്ലായിരുന്നോ? ബാത്റൂം എമർജൻസി ആവശ്യം വ്യക്തമായിട്ട് പറഞ്ഞ് ബോധിപ്പിക്കുകയായിരുന്നുണ്ടെങ്കിൽ, അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റാത്ത ഒരാൾക്ക് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സേവനം കൊടുക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ അതിനെ പരിഗണിക്കുന്നത്, അതിനെയാണ് നമ്മുടെ നാട്ടിലുള്ള കോമൺ സെൻസ്, മനുഷ്യത്വം എന്നീ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പറയുന്നത്. ഒരാൾ എനിക്കൊരു എമർജൻസി കൊണ്ട് ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ നിയമലംഘനം ഞങ്ങൾ നടത്തില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയുള്ള എന്ത് യോഗ്യതയാണ് ഇവിടെയുള്ള KSRTC ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. ശരിയാണ്, ഒരു പരിധിവരെ KSRTCയുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ന്യായീകരിക്കാം. ഇവിടെ ഒരു ഓപ്പറേഷണൽ ഡിസിപ്ലിൻ ഞങ്ങൾക്ക് പാലിക്കേണ്ടതുണ്ട്.
വണ്ടി അങ്ങനെ എല്ലായിടത്തും നിർത്താനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. ട്രാഫിക്കിൻ്റെ നടുവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർത്തിക്കഴിഞ്ഞാൽ അത് നിയമലംഘനമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന വളരെ മാന്യന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്ത്രീ 2 സ്റ്റോപ്പുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആദ്യം ലുലുവിൻ്റെ അവിടെ, പിന്നെ മിംസിൻ്റെ അവിടെ, അങ്ങനെയുള്ള സ്റ്റോപ്പുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സ്റ്റോപ്പുള്ളതാണ്, ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല, അതുകൊണ്ട് നിർത്താൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് ആ ഒരു ഓപ്പറേഷണൽ ഡിസിപ്ലിൻ പാലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ എവിടെയാണ് ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഗതി? വണ്ടിയിൽ കുറേയധികം യാത്രക്കാരുണ്ട്, കണ്ടക്ടറുണ്ട്, ഡ്രൈവറുണ്ട്, എല്ലാവരും മനുഷ്യന്മാരാണ്. അതിലൊരാൾക്ക് പോലും തോന്നിയില്ല ഇവർ ഇത്തിരി മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും എമർജൻസി ആണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓരോ ആളുകൾക്കും പറയാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേതുപോലെ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള മനുഷ്യത്വം അല്ലെങ്കിൽ കോമൺ സെൻസ് അവിടെയുള്ള ആളുകൾ ആർജിക്കേണ്ടതല്ലേ? പക്ഷെ അവിടെ ഒരു സാഡിസം മനസ്സിലേക്ക് കടന്നുകൂടുകയാണ്. സാഡിസം എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വേർഡ്. അവർ മര്യാദയ്ക്ക് തങ്ങളുടെ ആവശ്യം ഉന്നയിക്കാത്തത് കൊണ്ട് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അനുവദിക്കപ്പെടേണ്ട ആവശ്യമില്ല. ഓപ്പറേഷണൽ ഡിസിപ്ലിനൊക്കെ കൃത്യമായിട്ട് പാലിച്ച് യാത്രക്കാർ ഒരു സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് സുരക്ഷിതമായി എത്തിച്ച് അവരുടെ സമയത്തിനും കൊടുക്കുന്ന പണത്തിനുമൊക്കെ വാല്യൂ കൊടുക്കുന്ന ആളുകൾക്ക് ചില്ല് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനായിട്ടുള്ള സമയമുണ്ട്, സാഹചര്യമുണ്ട്. ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു പരിപാടിയുടെ ഒന്നും ഭാഗമല്ലാത്ത ഒരു കൂട്ടം യാത്രക്കാരുടെ സമയം പോവുകയല്ലേ? ആ ഒരു മിഡ് വേയിൽ അവരുടെ പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടായതുകൊണ്ട് അത് പരിഹരിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു സ്റ്റോപ്പിൽ വണ്ടി ചവിട്ടി കൊടുക്കാനായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഡിസ്റ്റുകളായിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു വലിയ മജോറിറ്റി ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കും. ആഹാ, നല്ല രസമുണ്ടല്ലോ അത് കാണാനായിട്ട്. എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിക്കത്തില്ല. ആരും ഒരാൾ ബഹളം വയ്ക്കുന്നു, അനുകമ്പ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കാനായിട്ടോ ഉള്ള രൂപഭാവങ്ങളുള്ള ഒരാളല്ല, പ്രിവിലേജറാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കളി കണ്ടെങ്കിൽ നിന്നേക്കാം, ആഹാ നല്ല രസമുണ്ടല്ലോ, ആരും ഇടപെടത്തില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനായിട്ടുള്ള അവകാശം, അതിങ്ങനെ വെറുതെ ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു അവകാശം മാത്രമല്ല, മാന്യമായിട്ട് ജീവിക്കാനായിട്ടുള്ള അവകാശം കൂടെ ഉൾക്കൊള്ളുന്നതാണ്. അത് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ചില സംവിധാനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ തത്വമുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതി പല വിധികളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സർക്കാർ സംവിധാനങ്ങളും അധികാരികളും ചെയ്യുന്ന എല്ലാ നടപടികളും ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ സാങ്കേതികമായി നിയമപരമാണെന്ന് മാത്രം പോരാ, അത് ന്യായസഹിതവും മാനുഷികവുമായിരിക്കണം. ഈ തത്വം സുപ്രധാനമായിട്ടുള്ള മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി ശക്തമായിട്ട് വ്യക്തമാക്കിയതാണ്. ഈ ഇൻസിഡന്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷണൽ ഡിസിപ്ലിൻ മാത്രം നോക്കിയാൽ പോരാ, അവിടെ ഇത്തിരി ഹ്യൂമാനിറ്റിയും ഡിഗ്നിറ്റിയും ഒക്കെ കൂടി ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചുമ്മാ ഒരുമാതിരി പിടിവാശിയാണ്. നമ്മുടെ നാട്ടിലെ കുറേയധികം സർക്കാരുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അനാവശ്യമായിട്ടുള്ള പിടിവാശികൾ. റോഡ് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചിട്ടാണോ ഈ പറയുന്ന വണ്ടി കട്ടപ്പനയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് എത്തിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കുറ്റം ആ ഒരു സ്ത്രീ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വലിയ കുറ്റമാണല്ലോ നമ്മുടെ നാട്ടിൽ. നമ്മൾ സ്ഥിരമായിട്ട് ഈ പറയുന്ന സമരങ്ങളും സമര കോലാഹലങ്ങളും ഹർത്താലുകളൊക്കെ കാണുന്നതാണല്ലോ. പൊതുമുതലും പൊതുജനസമാധാനമൊക്കെ നശിപ്പിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു നാട്ടിൽ ഒരു സ്ത്രീ പൊതുമുതൽ നശിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഭയങ്കരമായിട്ട് പ്രതികരണ സിംഹങ്ങളായിട്ട് മാറേണ്ടതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നടപടികൾ എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫൈൻ അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ കൊടുത്തോട്ടെ. പക്ഷേ ആ ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒരു കൃത്യം ചെയ്യാനായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് അവരെ എത്തിച്ച ആളുകളെ അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്യുന്നതിനകത്ത് തെറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു സാഡിസാണ് എന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാശുള്ള വീട്ടിലെ ഒരാൾ എന്ന് പറയുന്ന ഒരു ലുക്കൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് വേർഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൊബൈൽ ക്യാമറയൊക്കെ എടുത്തു പ്രതികരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഏതോ ഒരാളാണ് എന്നുള്ള തോന്നൽ ജനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവരുന്നയിക്കുന്ന ആവശ്യം അനാവശ്യമായിരിക്കാം എന്ന് പറയുന്ന ഒരു മുൻവിധിയോടുള്ളൊരു സമീപനം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഒന്നുമില്ല, ഇത്തിരിയൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നേ. ഇടയ്ക്കൊന്ന് സൈഡിൽ സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുക്കി കൊടുക്ക്, കുറേ ബഹളമൊക്കെ വെക്കുന്നതല്ലേ, അങ്ങ് ഇറക്കി വിട്, ഏതിലേലും പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാട്ടിലുള്ള ആളുകളും എസ്പെഷ്യലി KSRTCയിലെ ജീവനക്കാരും നിയമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പാലിക്കാൻ തുടങ്ങിയല്ലോ എന്നോർത്ത സമയത്ത് ഒരു സ്ട്രേഞ്ച് വിയേർഡ് ഫീൽ അങ്ങോട്ട് അടിച്ചു.
ഞാൻ നിങ്ങളുടെ അത്ര വളരെ പെർഫെക്റ്റായിട്ട് നിയമങ്ങളെ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ചട്ടക്കൂടിൽ നോക്കിക്കാണുന്ന ഒരാളല്ല. നമ്മുടെ നാട്ടിലെ കോടതികളെ പോലെയും നമ്മുടെ നാട്ടിലെ സിസ്റ്റം പോലെയൊക്കെ വളരെ ഫ്ലെക്സിബിളായിട്ട് റീസണബിളായിട്ട് ഹ്യൂമാനിറ്റിയൊക്കെ പരിഗണിച്ചിട്ട് നിയമത്തെ നോക്കിക്കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ആരെങ്കിലുമൊക്കെയോ അകാരണമായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു മാനസിക സമ്മർദ്ദം കാണിക്കുകയാണ്, പെട്ടെന്ന് പാനിക് ആവുകയാണ്, അല്ലെങ്കിൽ വണ്ടി ഇവിടെ നിർത്തി ഞാനിവിടെ ഇറങ്ങുകയാണ്, എനിക്കൊരു എമർജൻസി ഉണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ എമർജൻസി എന്നൊക്കെ കൃത്യമായിട്ട് ബോധിപ്പിച്ചില്ലെങ്കിൽ കൂടെ ഏതെങ്കിലും ഒതുക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒതുക്കി ഇറക്കി വിടുക. നമ്മുടെ നിയമം അത്ര ഫ്ലെക്സിബിൾ ആണെന്നേ. അതുകൊണ്ടല്ലേ KSRTCയിൽ രാത്രിയിൽ സ്ത്രീകൾക്ക് എവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞാലും അവരുടെ വീടിൻ്റെ വാതിക്കൽ ചവിട്ടി കൊടുക്കണം എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാത്രി സർവീസുകളിൽ പെട്ടെന്ന് ആളുകൾക്ക് വീടെത്തിച്ചേരേണ്ടതായതുകൊണ്ട് കൃത്യം സ്റ്റോപ്പിനെ നിർത്തത്തുള്ളൂ എന്ന് പറയുന്ന ഒരു നിയമം അല്ലല്ലോ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും പരിഹാരമൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും പരിഗണിച്ചിട്ട് മനുഷ്യന് ഗുണമുണ്ടാവുന്ന രീതിയിലേക്ക് ഈ പരിപാടി നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. KSRTCക്ക് വളരെ ഫ്ലെക്സിബിളായിട്ട് ഷാറ്റൊന്നും പിടിക്കാതെ ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമ്മളങ്ങനെ വലിയ ലാഭത്തിന് വേണ്ടി ഇല്ലെങ്കിൽ ഈ ഒരു ലാഭം കൊണ്ട് നാട്ടിലുള്ള ആളുകൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് നടത്തുന്ന ഒരു പരിപാടിയല്ല. ജനങ്ങൾക്ക് സ്വൈര്യമായിട്ടുള്ള ഒരു യാത്ര ഉണ്ടാക്കുക, യാത്രാ സൗകര്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടെയാണ് നഷ്ടത്തിലാണെങ്കിൽ ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്ന് നമുക്ക് സേവനങ്ങളൊക്കെ തരുന്ന ആളുകൾ കുറച്ച് കോമൺ സെൻസ് ഒക്കെ കാണിക്കുക. ഇവിടെ എല്ലാം ഒരൊറ്റ കാര്യം നമുക്ക് പറയേണ്ടി വരും. നമ്മുടെയൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഒരു മജോറിറ്റിയുടെ സമീപനം, അവരുടെ മനോഭാവം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സിലാക്കിയിട്ട് അതിങ്ങനെ ആയിക്കൂടെ എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാനായിട്ടോ അവർക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് ഒരു സർവീസ് കൊടുക്കാനായിട്ടോ ഇവർക്ക് തീരെ താല്പര്യമില്ല. ഇവർക്കത് പറ്റില്ല. ഇവരുടെ പിടിവാശിയാണ്. ഒരു സേവനം ആവശ്യപ്പെട്ട് വരുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു കർമ്മ പദത്തിൽ തന്നെ ഇവർ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു സംഗതിയാണ്. ഇതൊക്കെ ചുമ്മാ ഒരുമാതിരി ഇപ്പോൾ വേറെ കുറച്ച് വ്യക്തി നിക്ഷേപങ്ങളൊക്കെ, സൈബർ നിക്ഷേപങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അവരുടെ ജാതി, മതം, വസ്ത്രം, അവരുടെ ഭാഷ, ഇതൊക്കെ കുറേയധികം ആളുകൾക്ക് വലിയ പ്രശ്നമാണ്. ഇത്രേ ഉള്ളൂ. നമ്മളാണെങ്കിലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പെടുന്ന സമയത്ത് ഒരാൾ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരുന്ന ആ ഒരു മാനുഷികമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനെ മാത്രം പരിഗണിച്ചാൽ മതി. ഇപ്പോഴും നമുക്ക് എല്ലാവരും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ടൊന്നും പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് കണ്ടറിഞ്ഞിട്ട് സഹായങ്ങൾ ചെയ്തു തരുന്ന ആളുകളെയൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വാഴ്ത്തി പാടാറുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകളുടെ ഭാഗത്ത് നിന്നൊക്കെ ചിന്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ 2026 നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. എല്ലാം നിയമത്തിൻ്റെ വഴിയെ പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ചില സംഭവങ്ങളിൽ മാത്രം ഇങ്ങനെ എടുത്തു പറയുന്ന ആ ഒരു ഇരട്ടത്താപ്പൊക്കെ ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.